ഈ ജി സുധാകരനെ CPM തഴയും? തഴയുന്നല്ലോ. ജി സുധാകരനെ കൊടുക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും ബഹുമതികളും കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് വിസം അനുവദിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തഴയലാവും നമ്മുടെ ഭാരതീയ രീതി അനുസരിച്ചിട്ട്. എന്താണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അദ്ദേഹത്തിന് വാനപ്രസ്ഥത്തിൻ്റെ ഒക്കെ സമയമാണ്. അല്ല, അത്ര വിശ്രമിക്കാൻ തക്ക പ്രായമായോ? പിന്നെ അദ്ദേഹം പറഞ്ഞു തന്നെ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന് ഒരുപാട് പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം MLA ആയതെന്നാണ് പറയുന്നത്. അത് സ്വാഭാവിക വിശ്രമിക്കേണ്ട സമയമായി. അല്ലേ പിണറായി വിജയനൊക്കെ പോലെ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇല്ല എന്നുള്ളൊരു ഫീലുള്ള നേതാവൊന്നല്ല അദ്ദേഹം. അല്ലെങ്കിൽ അവിടെ ആലപ്പുഴ പാർട്ടി അങ്ങനെ ഉണ്ടാക്കണമായിരുന്നല്ലേ? അങ്ങനെ ഫീൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം മീഡിയയുടെ മുന്നിൽ വന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ആളായി. പിന്നെ ആ വകുപ്പ് CPMന് എപ്പോൾ ഏതൊക്കെ വകുപ്പ് കിട്ടിയാലും അവരെ നല്ല രീതിയിൽ കൊണ്ടുനടക്കും. അത് നല്ല രീതിയിൽ കൊണ്ടുനടന്നു. ബാക്കിയുള്ള എല്ലാവരും സൈലൻ്റായി പണിയെടുത്തു. അതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടി. അതുകൊണ്ട് അദ്ദേഹം ഇല്ലാതെ പാർട്ടി ഇല്ലാന്നൊക്കെ മീഡിയ വിചാരിക്കുന്നത്. പിണറായി വിജയൻ ഒരിക്കലും അല്ലെങ്കിൽ CPM ഒരിക്കലും ഈ മീഡിയയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നുള്ളത് സത്യമാണ്. പക്ഷേ അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് അവരുടേതായ കാലമില്ലേ. കാലം കഴിഞ്ഞാൽ അവർ മറ്റു രീതിയിൽ പാർട്ടിയെ സഹായിക്കുകയാണ് വേണ്ടത്. കൊതിക്കുറവ് വന്നുകൊണ്ടിരിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ പഴയതുപോലെ ആകാൻ പറ്റത്തില്ല സുധാകരൻ. എങ്ങനെ? അതായത് പാർട്ടിയിൽ എങ്ങനെ സജീവമായിട്ട് നിന്നോ അതുപോലെ ഇനി ആകാൻ കഴിയില്ല. സുധാകരൻ്റെ പാർട്ടിയിൽ സജീവമായി നിൽക്കാം. അവിടെ ആലപ്പുഴയിലുള്ള പാർട്ടിയിൽ അദ്ദേഹം വളരെ സജീവമായി നിൽക്കാം. പിന്നെ ഓൾ കേരള തലത്തിൽ ക്ലൗട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് അദ്ദേഹത്തിന് പോകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണ സീറ്റ് കിട്ടാത്തതോട് കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം വളരെ നിഷേധാത്മകമാണ്. അതാണ് പ്രശ്നം. അല്ല, അദ്ദേഹത്തെ പൊതുവെ തഴയുന്നു എന്നാണ് അദ്ദേഹം തന്നെ ഫേസ്ബുക്ക്. അല്ല, അത് അദ്ദേഹം തന്നെയാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ P ജയരാജൻ ഇദ്ദേഹത്തെ കൂടുതൽ ഫൈറ്റ് ചെയ്ത നേതാവാണ് P ജയരാജൻ. അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അദ്ദേഹത്തിന് ഈ പാർട്ടി എന്താ കൊടുത്തത്? ഒരു സെക്രട്ടേറിയറ്റ് പോലും എടുത്തിട്ടില്ല. ജയരാജന് ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പരിഗണിക്കുക ഇദ്ദേഹം വേണ്ട എന്ന് ഇദ്ദേഹം തന്നെ പറയുകയും ചെയ്തു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ജയരാജനെ P ജയരാജനെ പരിഗണിച്ചിട്ട് പോലുമില്ല. അദ്ദേഹം MLA മാത്രമേ, അദ്ദേഹം മന്ത്രിയായിട്ടില്ല. അദ്ദേഹം 2 ടൈം മന്ത്രിയായി. ഇനി എന്താണ് കൊടുക്കാൻ പറ്റുക? അല്ല, ഇപ്പം താഴ്ത്തിക്കെട്ടി അതിനോടൊപ്പം തന്നെ അവിടെ ആലപ്പുഴയിലെ ഒരു പരിപാടികളിലും പങ്കെടുക്കാൻ പല വേദികളിലും പോയി പാർട്ടി വിരുദ്ധമായ രീതി. അദ്ദേഹം നമ്മളെപ്പോലെ ഒരാളല്ലല്ലോ. ഈ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിനുള്ളിൽ നിന്ന പാർട്ടി വളർത്തിക്കൊണ്ട് വന്ന പാർട്ടിയെ വളർത്തുന്നതിന് പങ്കുവഹിച്ചിട്ടുള്ള നേതാവാണ് അദ്ദേഹം. ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. പക്ഷെ അദ്ദേഹം നടത്തിയ പല സമയത്ത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. പാർട്ടിയെ ക്ഷീണം ചെയ്യിക്കുന്ന രാഷ്ട്രീയ ക്ഷീണമാകുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ പ്രസ്താവനകൾ പലതും നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം കൺസിസ്റ്റൻറ്റും അല്ല. അതിന് വിവാദക്കായി പല ഇടപെട്ടൊക്കെ തുടങ്ങുന്ന അദ്ദേഹം മിണ്ടാതിരിക്കും. കാരണം ഈ പലതും അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ വരാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഉണ്ട്, ഞാൻ കുറച്ച് അപകടകാരിയാണെന്ന് ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആളുകൾ വന്ന് അദ്ദേഹത്തെ സംസാരിക്കാൻ 2 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മുമ്പത്തുള്ള ആർജവം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ അതേ വിഷയത്തിൽ കാണില്ല. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അദ്ദേഹം അങ്ങനെ കളിക്കുന്നതിന് CPM ഇങ്ങനെ എന്നാൽ പിന്നെ അങ്ങനെ പോട്ടെ എന്ന് അവരെ സ്റ്റാൻഡ് എടുക്കുന്നതിന് പിന്നെ എന്തോ ഒരു നിഗൂഢതയുണ്ട്. CPMന്റെ കയ്യിലെന്തോ അദ്ദേഹത്തിനെ ഒന്ന് മെരുക്കാനുള്ള എന്തോ ആയത് അവരുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ പറയാൻ പറഞ്ഞോട്ടെ, അതേ പരിധി കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്നുള്ള നിലപാടാണ് CPM എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സൈബർ സഖാക്കൾ എന്തും പറയും, അത് അദ്ദേഹം കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അദ്ദേഹത്തിനെ കൊണ്ട് പാർട്ടിക്ക് പ്രത്യേക കാര്യമൊന്നുമില്ല. മമ്മൂക്കാനെ ആക്രമിച്ച് കഴിഞ്ഞാൽ അത് അവർ നോക്കണം. കാരണം മമ്മൂക്കാനെ കൊണ്ട് അവർ കാര്യമുള്ളതാണ്. ഇദ്ദേഹത്തിനെ കൊണ്ട് അവർക്ക് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ സൈബർ സഖാക്കൾ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ സൈബർ സഖാക്കൾ എന്ന് പറയുന്നവർ പലതും പറഞ്ഞു തരും. പല സൈബർ സഖാക്കൾ എന്ന് പറയുന്ന പല അക്കൗണ്ടുകളും സൈബർ സഖാക്കൾ പോലെയല്ല. ഒന്നേ RSS SDPIക്കാരൊക്കെയാണ്. അപ്പം പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പം സുധാകരന് കേരളത്തിൽ CPMന് കൊടുക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ കൊടുക്കുകയും അദ്ദേഹം നന്നായി പെർഫോം ചെയ്യും. ഇനി അദ്ദേഹം ഒരു ഗുരുതുല്യനായിട്ടൊരു കാര്യകർത്ത മണ്ഡലത്തിൽ ഇരുന്നുകൊണ്ട് ഉപദേശങ്ങളൊക്കെ നൽകുന്ന ആകുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ കാണുന്ന അദ്ദേഹം പൊതുമണ്ഡലത്തിൽ നിന്ന് പലപ്പോഴും പാർട്ടിയെ വളരെ ക്രിട്ടിക്കലായ സമയങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതാണ്. ഇത്തരം സമീപനങ്ങൾ ഒരു കാരണവശാലും ഒരു പാർട്ടിക്ക് ആശാസ്യകരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ BJPക്കാരും കോൺഗ്രസ്സുകാരൊക്കെ അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് ഇപ്പം പൊക്കിക്കൊണ്ട് നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? CPMനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ വരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവരുടെ പാർട്ടി തന്നെ ഇത്തരം നിലപാടുകൾ എടുത്ത ആളുകളെ ഇവർ വെച്ച് പോപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ കർണാകരനെ കോൺഗ്രസ് വെച്ച് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കർണാകരൻ രാജിവെച്ച് പോയതല്ലേ.
അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ BJP-യിൽ മൂകുന്ദേട്ടൻ എന്ത് ചെയ്തിട്ട് അവർ മൂകുന്ദേട്ടനെ പുറത്താക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഈ സുധാകരനെ കുറ്റം പറയുമ്പോൾ, സുധാകരൻ്റെ പേരിൽ പാർട്ടിയെ കുറ്റം പറയുമ്പോൾ ഇവർക്ക് അത് ഇങ്ങനെ ഒരാളെ സഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കാര്യം. പാർട്ടി കൊണ്ട് ഇത്രയും ഉദാഹരണം പൈസ ഒന്നും ഉണ്ടാക്കിയെന്ന് ഞാൻ പറയുന്നില്ല. അതേ പദവികൾ പാർട്ടിയുടെ ദയാവായ്പിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ പരിഗണനയിൽ ഇത്രയും പദവികൾ സ്വന്തമാക്കിയ അദ്ദേഹം ഇപ്പം ഈ പാർട്ടി ഒരു വളരെ നിർണായകമായിട്ടുള്ള ഇലക്ഷൻ്റെ പടിവാതിലക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന നടപടികൾ ശരിയാണോ എന്ന് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഈ അവസരത്തിൽ UDF-ഉം BJP-യും ഇദ്ദേഹത്തെ വലവീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വീഴും. അത് പറയാൻ പറ്റില്ല. സുധാകരനായതുകൊണ്ട് പറയാൻ പറ്റില്ല. സുധാകരൻ അത് കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ട് ഗുണമുണ്ടോ എന്നൊക്കെ പോയി കാൽക്കുലേറ്റ് ചെയ്തിട്ട് തീരുമാനം എടുക്കുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആലപ്പുഴയിൽ ചെന്നിട്ടും ഈ വിഷയം അനുനയിപ്പിക്കാനായിട്ട് എത്തിയില്ല എന്നും സംസാരിച്ചില്ല എന്നും ഒക്കെ ഒരു പരാതി. അല്ല, അത് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ആവശ്യമില്ല. അത്രയും അദ്ദേഹം കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ്. കാരണം സുധാകരൻ എവിടെ വരെ പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായി. പിണറായി നിങ്ങൾക്ക് ഇത്രയും കാര്യമായിട്ട് മനസ്സിലായിട്ടില്ലേ? പാർട്ടിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് പിണറായി വീട്ടിലല്ല അടുക്കളയിൽ പോയിട്ട് കാണാം. അതല്ലെങ്കിൽ പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിനകത്ത് സുധാകരൻ അത്ര വിലയാണ് ഇമ്പോർട്ടൻസ് പാർട്ടിയിലുള്ളൂ എന്നുള്ളതാണ്. സുധാകരൻ വിചാരിക്കുകയാണെങ്കിൽ ഞാനെന്തൊരു വലിയ സംഭവമാണ്. സുധാകരൻ പോയാലും ഒന്നുമില്ല, ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല. MP രാഘവൻ പോയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നല്ലേ സുധാകരൻ. ഇനി ആരെങ്കിലും പോയാൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് P ജയരാജനാണ്. അത് കണ്ണൂർ പാർട്ടി വളരെ നെഗറ്റീവായി ബാധിക്കും. അങ്ങനെ പോവുകയില്ല. അങ്ങനെ ക്ലൗട്ടുള്ള ആളുകൾ ഇപ്പം കേരളത്തിൽ വളരെ കുറവാണ്. ഇയാൾ പോയാൽ പാർട്ടി തീർന്നു. ഞാൻ ആപ്പാടെ ആര് കാണുന്നത് P ജയരാജനെ മാത്രമാണ്. ഇന്നാൾ പോയാൽ എൻ്റെ മേലെ പാർട്ടി തീരും എന്ന് പറയാൻ ശേഷിയുള്ള ഒരാൾ P ജയരാജൻ മാത്രമാണ്. ഒരാൾക്കില്ല. അല്ല, ഇപ്പം UDF-ലോ BJP-ലോട്ടോ പോയി കഴിഞ്ഞാൽ സുധാകരൻ എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയും? അവിടെ നിയമസഭയിൽ അനുസരിച്ച് ജയിപ്പിക്കുക. ഒരു മന്ത്രി നോക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ തന്നെ മന്ത്രി ആകാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂ ആണ്. ഒരു നിയമസഭ MLA ആവും. അത് UDF-ൻ്റെ കൂടെ പോയാൽ. BJP-യുടെ കൂടെ പോയാൽ ഇപ്പോൾ BJP-യുടെ ഇപ്പോൾ അടുത്ത വർഷം അല്ലെ BJP അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ചിലപ്പോൾ പരിഗണിക്കും ഭാവിയിൽ. അവർക്ക് ശക്തിയൊക്കെ വരുന്ന ആദ്യത്തെ ഘട്ടത്തിൽ. അങ്ങനെയുള്ള ചിലപ്പോൾ ഒരു മന്ത്രിയൊക്കെ ആകാൻ മതി. അത് ജീവിച്ചിരിക്കുകയാണ്. പക്ഷേ MA ബേബി അനുനയിപ്പിക്കാനൊക്കെ ചെന്നു. ബേബി അങ്ങനെ ഒരാളാണല്ലോ. പക്ഷെ ബേബിനെ കൂടി നിർണ്ണയിക്കുന്നതാണ് പിണറായിയാണ്. ബേബി അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. പിണറായിക്ക് ഇതിലൊരു കോൺഫിഡൻസിൻ്റെ കുറവില്ല. അതുകൊണ്ടാണ് നമുക്ക് സുധാകരനെ പറ്റി അറിയാവുന്നതിനേക്കാൾ നന്നായിട്ട് അറിയുന്ന അവരുടെ പാർട്ടി സെക്രട്ടറിക്കും മുൻ സെക്രട്ടറിക്കും ഒക്കെ തന്നെയാണ്. അവർക്ക് ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കുലുക്കവും ഞാൻ കണ്ടിട്ടില്ല. ഇതിലും കൂടുതൽ പിണറായി കുറച്ച് കൺഫ്യൂസ്ഡ് ആയത് ഞാൻ കണ്ട അൻവർ പോയപ്പോഴാണ്. ഇതിൽ മുമ്പിലേക്ക് ഒരു ഫീലിംഗ് ഞാൻ കണ്ടിട്ടില്ല. അൻവർ പോയതിൽ ഒരു അത് എക്സ്പെക്ട് ചെയ്യാത്ത പോലെ ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പം ബേപ്പൂരിൽ പോകുന്നു, അതും പിണറായി അസ്വസ്ഥനാക്കുന്നു. അതല്ലാതെ വേറൊരു കാര്യം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഹൈപ്പാണ്. നിങ്ങൾക്ക് ഓരോ സമയത്തും പിണറായിനെ അടിക്കാൻ ആരെങ്കിലും വേണം. VS പോയ സമയത്ത് നിങ്ങൾക്ക് അത് ശൈല ടീച്ചർ അത് ഏറ്റെടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ സുധാകരനൊക്കെ പിടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. സുധാകരൻ പല ഘട്ടങ്ങളിൽ സുധാകരൻ തന്നെ നോക്കി ആരിഫിനോടൊക്കെ വളരെ മോശമായി പെരുമാറി ഒരുപാട് പൊതുവായിട്ട്. MP-നോട് ഒരു MLA വളരെ ഹാർഷായി പെരുമാറിയതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ആശ്വാസകരമാണ് എന്ന് ചിലപ്പം എന്ന ചിന്തയും പാർട്ടിക്കുണ്ടാവും. പിണറായി പലപ്പോഴും അങ്ങനെ പെരുമാറിയിട്ടാണ് കണ്ടത് ചില ആളുകളോട്. അതൊരു പ്രത്യേകിച്ച് ഒരു കാരണം. വേറെ എന്താ പറയുക, സെൽഫി എടുക്കാൻ അങ്ങനെ. ഇത് ആരിഫ് എന്താ നല്ല തിളങ്ങുന്ന ഷർട്ടിട്ട് വന്നിട്ടാണ് നീ ഷർട്ടിടാൻ പോയതല്ലേ എന്നാണ് ചൂടായത്. ഇങ്ങനെ മാടമ്പിത്തരം കാണിക്കേണ്ട സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ വിഷമിക്കണമെന്നും വേണ്ട. പോവാണെങ്കിൽ പോകട്ടെ എന്നുള്ള രീതി, അതാണ് അവരുടെ ലൈൻ തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.